ഈ ബ്രെയിൻ ഈറ്റിംഗ് അമീബയെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഡൗട്ടുകൾ ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് ഈ വീഡിയോയിൽ മുന്നോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ഒരു ഡൗട്ട് ചോദിച്ചേക്കുന്നത് ഇത് പുതിയ അസുഖമാണോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം സത്യം പറഞ്ഞാൽ ഇത് പണ്ട് മുതലേ 19 വർഷമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് പല സ്ഥലങ്ങളിലായിട്ട്, ലോക്കലായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് വേൾഡ് വൈഡ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണ നിരക്ക് വളരെയധികമാണ്. ഓക്കെ, അതാണ് ഇതിനെ ഏറ്റവും ഡേഞ്ചറസ് ആക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് വരുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാരിൽ മാത്രം അത് കൂടുതലായിട്ട് കാണുന്നത്, ചില സ്ഥലത്ത് മാത്രം കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളത് ഇപ്പോഴും പഠിച്ചുകൊണ്ട് വരുന്നേ ഉള്ളൂ. കാരണം ഇത് അമീബ മാത്രമായിരിക്കത്തില്ല, അതിന് സെക്കൻഡറി ആയിട്ട് പല അസുഖങ്ങൾ, ചില ബാക്ടീരിയകൾ, ചില വൈറസിൻ്റെയൊക്കെ പ്രസൻസ് അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. എന്നാലും ബേസിക്കലി അമീബയുടെ പ്രസൻസും കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തലയിൽ തന്നെ വെക്കുകയാണ് തൽക്കാലത്തേക്ക്. അപ്പം നോക്കാം, ഇത് കേരളത്തിൽ കൂടുതൽ ഇപ്പോൾ ഈ ഇടയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആകുന്നത് ഈ ഇടയ്ക്കാണ്. പക്ഷേ ഇതിൻ്റെ ലോക്കൽ ഔട്ട് ബ്രേക്സ് പല സമയത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഇതിന് മീഡിയ അറ്റൻഷൻ കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. നമുക്ക് തോന്നുന്നു അത് പുതിയ അസുഖമാണ്, പക്ഷേ അത് അത്ര പുതിയതല്ല, ഒരു പഴയ അസുഖം തന്നെയാണ്. അതായത് കൊറോണ പോലെ പുതിയ ഔട്ട് ബ്രേക്ക് അല്ല, നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, പക്ഷെ ഇപ്പം അതിന് മീഡിയ കവറേജ് കൂടുതലുണ്ട് എന്നുള്ളതാണ്. പിന്നെ വെള്ളം കുടിച്ചാൽ നമുക്ക് വരുമോ എന്നുള്ളതാണ് അടുത്ത ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ബേസിക്കലി ഇത് വെള്ളം കുടിച്ചാലല്ല, മൂക്കിൽ കൂടെ കയറി കഴിഞ്ഞാലാണ് മെയിനായിട്ട് ഈ ഒരു പ്രശ്നം വന്ന് കാണുന്നത്. ഓക്കെ, അപ്പം വെറുതെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ പോലും, അമീബ ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ ഇത് വരത്തില്ല എന്നുള്ളതാണ്. കാരണം അത് ഡയറക്റ്റ് നമ്മുടെ വയറ്റിലോട്ട് പോകും. വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എൻസൈംസ് ഒക്കെ ചെന്ന് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കളയും, കംപ്ലീറ്റ് ആയിട്ട് കൊന്നു കളയും. ഓക്കെ, അതാണ് വേറൊരു ഡൗട്ടായിട്ട് ചോദിച്ചത്. പിന്നെ ഇതാ, ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് വരുമോ എന്നാണ് അല്ലേ, വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമല്ലേ. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഈ ഒരു അസുഖം വരത്തില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കൂടുതലായിട്ട് ഇത് സ്പ്രെഡ് ആവുന്നത് ഡയറക്റ്റായിട്ട് നമ്മുടെ മൂക്കിനുള്ളിലേക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അമീബയുടെ ആ ഒരു പ്രസൻസ് ഉള്ള വെള്ളം മൂക്കിനകത്തേക്ക് അടിച്ചു കയറുമ്പോഴാണ്. ഓക്കെ, ചിലപ്പോൾ നമുക്കറിയാം വെള്ളത്തിനകത്ത് നിന്ന് സ്പ്ലാഷ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാൻ ഈ ഹോസ് വെച്ച് ചീറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മെഷീനിൽ കൂടെ വല്ലതും വന്ന് തെറിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മോട്ടറൊക്കെ വെച്ച് അടിക്കുമ്പം അതൊക്കെ ഡയറക്റ്റായിട്ട് വന്ന് അഥവാ മുഖത്തൊക്കെ വന്ന് സ്പ്ലാഷ് ആകുകയാണെങ്കിലൊക്കെ ഈ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതൊക്കെയാണ്. അപ്പം കുട്ടികളൊക്കെ കളിക്കുകയാണെങ്കിലുമൊക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ആണെങ്കിൽ എന്ന് ഉണ്ടെങ്കിൽ. പിന്നെ ഈ നസ്യം പോലത്തെ ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചെയ്യാറുണ്ട്. അത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അത് വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണെന്ന് ഉറപ്പുവരുത്തും. ഇപ്പം നല്ലോണം ക്ലോറിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് നല്ലോണം ബോയിൽ ചെയ്തിട്ടുള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ ഈ അമീബയുടെ പ്രസൻസ് ആ വെള്ളത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പോൾ ആ ഒരു വെള്ളം വെച്ചിട്ട് ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറൈലായിട്ടുള്ള വെള്ളത്തിൽ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ മരണം ഉറപ്പാണോ എന്നുള്ളതാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഗ്ലോബലി ഉള്ളൊരു പഠനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരണം ഏകദേശം അത് വലിയ പാടാണ്. പക്ഷേ കേരളത്തിൽ അതിൻ്റെ ഒരു ശതമാനം 100-ൽ നിന്ന് ഏകദേശം 30% വന്നിട്ടുണ്ട് അല്ലേ. പക്ഷേ 70 കേസോളം റിപ്പോർട്ട് ചെയ്തതിൽ എനിക്കൊന്നും 19 ഡെത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വളരെ ഫേറ്റലായിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ്. എങ്കിലും മരണ നിരക്ക് ഓവറോൾ വേൾഡ് വൈഡ് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ റെയറായിട്ട് കാണപ്പെടുന്ന അസുഖമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം റെയറാണെന്ന് നോക്കുമ്പോൾ വാർത്തയിൽ കാണുമ്പം തീർച്ചയായിട്ടും അറിയാം റെയർ ആയിരുന്നു. ഓക്കെ, പല സ്ഥലത്ത് റെയറായിട്ട് കാണുന്നുണ്ട്. സ്പൊറാഡിക് ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ, അതായത് ചില സ്പോട്ടുകളിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് സ്പ്രെഡ് ആകുന്നതായിട്ട് കാണുന്നില്ല, പക്ഷേ ചില ലൊക്കാലിറ്റിയിൽ കൂടുതലായിട്ട് ഇതുപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാമായിട്ടുള്ള ക്ലൈമറ്റാണ്. ഓക്കെ, ഇത് താല്പര്യപ്പെടുന്ന ഈ അമീബ ജീവിക്കാൻ കൂടുതലായിട്ട് താല്പര്യപ്പെടുന്ന ഇച്ചിരി വാമായിട്ടുള്ള വെള്ളത്തിൽ, എസ്പെഷ്യലി സ്റ്റാഗ്നേറ്റ് ആയി കിടക്കുന്ന വെള്ളത്തിൽ ഒക്കെയാണ് കൂടുതലായിട്ട് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനത്തെ വെള്ളത്തിൽ പോയി ചാടാതിരിക്കുക, അല്ലെങ്കിൽ മൂക്കിൽ കൂടെ അധികം വെള്ളം സ്ട്രെയിൻ ചെയ്ത് അകത്ത് വരാൻ തക്കതായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം.
അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോട്ടോക്കോൾ വെച്ച് ഈ ഒരു അസുഖം മാറുമോ എന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ സ്റ്റാൻഡേർഡ് അസുഖത്തിൽ സാധാരണ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൺവെൻഷണൽ മെഡിസിൻ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ക്യൂർ റേറ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും ഇതിനെ ഡേഞ്ചറസ് ആക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന് സപ്പോർട്ടീവ് മെഷേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ആദ്യമേ ഉള്ള കാര്യങ്ങൾ, അതായത് സിംറ്റംസ് വരുമ്പോഴേ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ ആകുക, കണ്ടുപിടിക്കുക. അപ്പോൾ സിംറ്റംസിനെ കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം പൊതുവേ പനി വരുന്ന പോലെ തന്നെയാണ് ആദ്യം അതിൻ്റെ സിംറ്റംസ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ തലവേദനയായിട്ട് വരാം, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, ചെറിയ പനി കാര്യങ്ങൾ വരാം, തലവേദന, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി, വോമിറ്റിങ്, ഇതൊക്കെ അതൊക്കെ നമുക്കുണ്ടാകാം. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യം, എസ്പെഷ്യലി 2-3 ദിവസം കഴിഞ്ഞാൽ അത് പ്രോഗ്രസ് ആയി കഴിഞ്ഞാൽ ഇതെന്താണ് പ്രശ്നം? അമീബ എവിടെയാണ് കയറുന്നത്? ബ്രെയിനിലോട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്നാണ് ഇതിൻ്റെ ഒരു പേര്. അതായത് നമ്മുടെ ബ്രെയിനിനെയും മെനിഞ്ചസിനെയും ബ്രെയിനിൻ്റെ കവറിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകാം, ഓർമ്മ ഒരുപക്ഷെ വ്യത്യാസം വന്നേക്കാം, ഓർമ്മ കുറയുന്നതായിട്ട് പോകാം, കോൺസെൻട്രേഷൻ കുറയുന്നതായിട്ട് പോകാം, സിവിയർ ആയിട്ടുള്ള തലവേദന ഉണ്ടാകാം. അതിനെക്കാട്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം, മെനിഞ്ചൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രശ്നം? കഴുത്ത് അനക്കാൻ പറ്റത്തില്ല, വേദന, കഴുത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്ന സിവിയർ ആയിട്ടുള്ള വേദന. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ടാണ് സിംറ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ ഇതുപോലത്തെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ മെഡിക്കൽ അറ്റൻഷൻ എത്രയും പെട്ടെന്ന് തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ ആണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കീ. അപ്പോൾ അതൊക്കെയാണ് ഏറ്റവും പ്രധാന ഡൗട്ടുകൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നല്ലോണം ബോയിൽ ചെയ്തിട്ട് ഉപയോഗിക്കുക. ഓക്കെ, മനഃപൂർവ്വമായിട്ട് നമ്മൾ ഇപ്പം വെള്ളം സ്പ്ലാഷ് ചെയ്ത് മൂക്കിൽ അടിച്ച് കയറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ എസ്പെഷ്യലി കുട്ടികളൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക. കണ്ടാമിനേഷൻ ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നതാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ തോന്നുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യുക. എക്സ്പീരിയൻസ് കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് എന്നാലാകുന്നത് റിപ്ലൈ ചെയ്യാൻ പാടില്ല. ഏവർക്കും നല്ലൊരു ചിന്തയായിരുന്നു. ഞാൻ ഡോക്ടർ ആനന്ദ്. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഇൻഫോംഡ്. താങ്ക് യു.